യേശു കടന്നു പോകുമ്പോൾ രണ്ട് കുരുടന്മാർ, ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് യേശുവിനെ പിന്തുടർന്നു. അവരുടെ നിലവിളി അവൻ കേട്ടെങ്കിലും യേശു മുൻപോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. യേശു വീട്ടിൽ എത്തിയപ്പോൾ അവരും അവൻ്റെ അടുക്കൽ എത്തി. യേശു അവരോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവർ പറഞ്ഞു, ഉവ്വ് കർത്താവേ. ഉടനെ യേശു അവരുടെ കണ്ണിൽ തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണു തുറന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അടുക്കൽ രണ്ട് കുരുടന്മാർ നിലവിളിക്കുകയാണ്. അവരുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, നിലവിളിയാണ്. അവർ നിലവിളിച്ചുകൊണ്ട് അവനെ പിന്തുടരുകയാണ്. യേശു കേട്ടിട്ടും പ്രതികരിക്കാതെ മുൻപോട്ട് പോകുന്നു എന്നവർ കണ്ടിട്ടും അവർ പിന്തുടരുകയാണ്. യേശു കർത്താവ് അവരോടൊരു ചോദ്യം ചോദിച്ചു, എനിക്കിത് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പ്രിയപ്പെട്ടവരെ, പലവിധമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങൾ. ഈ ലോകത്തിന് അസാധ്യമെന്ന് തോന്നുന്ന പല വിഷയങ്ങളെയും നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അവർ കുരുടന്മാരായിരുന്നു. എന്നാൽ അവർ യേശുവിൻ്റെ അടുക്കൽ വരാൻ കാരണം, യേശു കാഴ്ച നൽകുന്നു എന്നവർ കേട്ടിരുന്നു. യേശുവിനത് കഴിയും എന്നവർ വിശ്വസിച്ചിരുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? യേശുവിന് അത് കഴിയും. നിങ്ങളുടെ വിഷയം അത് എത്ര അസാധ്യമാണെങ്കിലും മനുഷ്യർക്കത് കഴിയില്ല. യേശുവിനത് കഴിയും. വിശ്വാസമാണ് ഇവിടെ നമുക്ക് വേണ്ടത്. യേശു കർത്താവ് അവരുടെ കണ്ണിൽ തൊട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് യേശുവിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും. നിങ്ങളെ രക്ഷിക്കുവാനുള്ള ശക്തി നിങ്ങളുടെ വിശ്വാസത്തിനുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന വിഷയം അതെത്ര അസാധ്യമെന്ന് ലോകം പറഞ്ഞാലും നിങ്ങളെ രക്ഷിക്കുവാനുള്ള ശക്തി നിങ്ങളുടെ വിശ്വാസത്തിലുണ്ട്. യേശു കണ്ണിൽ തൊട്ടു. ഉടനെ കണ്ണു തുറന്നു. അവർ പിന്തുടരുകയാണ്. അവർ വിശ്വസിക്കുകയാണ്. അവനത് കേട്ടു എന്നറിഞ്ഞിട്ടും, മൗനത്തോടെ മുൻപോട്ട് പോകുന്നു എന്നറിഞ്ഞിട്ടും പിന്മാറാതെ പിന്തുടർന്നു. മറുപടി ലഭിക്കുന്നത് വരെ അവർ പിന്തുടർന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കങ്ങനെ യേശുവിനെ അനുഗമിക്കാമോ? വിടുതൽ കാണുന്നത് വരെ. അത് വിശ്വാസമാണ്. നിങ്ങൾ പിന്നെയും പിന്നെയും മടുത്തു പോകാതെ പിന്തുടരുന്നത്, പ്രാർത്ഥിക്കുന്നത്, കാത്തിരിക്കുന്നത് വിശ്വാസമാണ്. നിന്റെ വിശ്വാസത്തിൻ്റെ നന്മ നീ അനുഭവിക്കും. നിന്റെ വിശ്വാസത്തിൻ്റെ ശക്തി നിന്റെ വിഷയത്തിൽ വെളിപ്പെടുന്നത് നീ കാണും. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. വേഗത്തിൽ, അതിവേഗത്തിൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. വിശ്വാസം മുറുകെ പിടിച്ചാൽ മതി. യേശുവിനെ കാത്തിരുന്നാൽ മതി. നിങ്ങളത് കാണാൻ പോവുകയാണ്. ഉടനെ അവരുടെ കണ്ണു തുറന്നു. ക്ഷണത്തിൽ, ശീഘ്രത്തിൽ, വേഗത്തിൽ, ഉടനെ ഒരു ദൈവപ്രവൃത്തി നിങ്ങളെ കാത്തിരിക്കുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.